പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം സുവിശേഷ വസന്തത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് ഇൻ പവർ മിനിസ്ട്രി എല്ലാ മെമ്പേഴ്സിനും, എല്ലാ കുടുംബങ്ങളും, കുഞ്ഞുങ്ങളും, പാസ്റ്റർമാർ ലോകത്തിൽ എമ്പാടുമായിരിക്കുന്ന എല്ലാവരും ശുഭമായിട്ടും അനുഗ്രഹമായിട്ടും ആയിരിക്കട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ദൈവവചന സന്ദേശങ്ങൾ പ്രവചനാത്മാവിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇതിനൊക്കെയും ദൈവത്തിൻ്റെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അപ്പോസ്തലന്മാർ നമ്മോട് വിവരിക്കുന്നത് ക്രിസ്തുവിലാകുക, പുതിയ സൃഷ്ടിയാകുക, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ക്രിസ്തു സത്യത്തിൻ്റെ ആത്മാവാണ്. സത്യത്തിൻ്റെ ആത്മാവിലായി കഴിഞ്ഞാൽ പിന്നെ അവൻ ആത്മീകനാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മീകൻ എന്ന പദവി, ആ പേര്, ആ പുതിയ സൃഷ്ടി ഉടലെടുക്കുകയാണ്. ഒന്നെങ്കിൽ ആത്മീകൻ അല്ലെങ്കിൽ പ്രാകൃതൻ. പ്രാകൃത ലോകത്തിൽ നിന്ന് ആത്മീകനായി ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞു, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. പിന്നെ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആത്മീകനോ ക്രിസ്തുവിലായ ആത്മീകനോ, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. വിവേചനപരമുള്ളവനാണ് ആത്മീകൻ. ആത്മീകന്റെ ക്രെഡിറ്റ് തിരിച്ചറിയണം. ആത്മീകൻ എന്ന പേര്, ആത്മീക ജീവിതത്തിൻ്റെ ആ ക്രെഡിറ്റ് തിരിച്ചറിയണം. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. താഴോട്ട് വായിക്കുമ്പോൾ, കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ അവനെ ഗ്രഹിപ്പിക്കുന്നവനാർ, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മീകൻ സകലത്തെ വിവേചിക്കുന്ന, വിവേചനപരമുള്ളവനാണ് ആത്മീകൻ. തന്നെത്താൻ വിവേചിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിവേചിക്കും. മറ്റുള്ളവരോട് ഒരു വാക്ക് പറയുമ്പോൾ തന്നെത്താൻ 3 പ്രാവശ്യം അത് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പാൾ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയുണ്ടായി. ഞങ്ങൾ കുറേ സ്റ്റുഡൻസുകളെല്ലാം ഇങ്ങനെ കയറി പോകുന്നു, ബൈബിൾ സ്കൂളിലേക്ക് ബൈബിൾ പഠിപ്പാൻ പോകുന്നു. പാസ്റ്റർ, കെയർ കൗൺസിൽ. ഹല്ലേലൂയ. നമ്മൾ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പാൾ ഇങ്ങനെ തലയിലും കയ്യിലും കാലും ഒക്കെ ഭയങ്കര മുറിവേറ്റ് ഇങ്ങനെ പഞ്ചറിട്ട് ചിരിക്കുകയാണ്. ഞങ്ങളെ കണ്ടപ്പോൾ തല കുനിഞ്ഞിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും മുഖത്തോട് മുഖം നോക്കി, ആർക്കും പ്രാർത്ഥിപ്പാൻ ധൈര്യം വന്നില്ല. അപ്പോൾ എന്നെ ആംഗ്യം കാണിച്ച് പറഞ്ഞു, ബ്രദർ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ വല്ല വിധനെയൊന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ആമേൻ കഴിഞ്ഞപ്പോൾ പുള്ളി ഈ സംഭവത്തെ വിവരിക്കുന്നത്, അദ്ദേഹം ഒരു കൺവെൻഷൻ വേദിയിൽ പ്രസംഗിക്കാൻ പോയതാണ്. ന്യായവിധിയുടെ ദൂത് പ്രസംഗിച്ചു. ആ ന്യായവിധിയുടെ ദൂത് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടി. ഇപ്പോൾ ദൈവവചനം ഇങ്ങോട്ടും അങ്ങോട്ടും വെട്ടും. തന്നെ വിവേചിച്ചു കൊണ്ടുവേണം മറ്റുള്ളവരോട് സംസാരിപ്പാൻ. വ്യക്തിയോടായാലും സഭയോടായാലും വിവേചനപരമുണ്ടായിരിക്കണം. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. ആരാണ് ആത്മീകൻ? വിവേചനപരമുള്ളവൻ ആത്മീകൻ. പ്രൈസ് ദി ലോർഡ്. ഇനി ആരാണ് ആത്മീകൻ? ഹല്ലേലൂയ. എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവാത്മാവിൽ നടത്തപ്പെടുന്നവരാണ്
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ തന്നെ പ്രാപിച്ചത്. ആത്മീകൻ പ്രാകൃത രൂപത്തിൽ ജീവിക്കേണ്ടവനല്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന് അനുരൂപമായി പുതിയ സൃഷ്ടിയായി ഒരു നല്ല വിവേചനപരമുള്ളവനായി ജീവിക്കേണ്ടവനാണ് ആത്മീകൻ. ഹല്ലേലൂയ, ആമേൻ. ദാസ്യത്തിൻ്റെ ആത്മാവ് പ്രാകൃത വേഷത്തിൽ ജീവിക്കുന്നവർ, അടിമ ഉള്ളവരല്ല, സ്വതന്ത്രം പ്രാപിച്ചവർ. ഹല്ലേലൂയ. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചത്. ഒരു ആത്മീകൻ്റെ പദവി ഏറ്റവും ഉന്നതമാണ്. ദൈവത്തിൻ്റെ മകൻ, മകൾ എന്ന പദവി ലഭിക്കുന്നു. ദൈവത്തോട് നിറന്ന് ജീവിക്കുന്നു. നല്ലൊരു ആത്മീകനായി തീരുവാൻ ആഗ്രഹമുണ്ടോ? ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. ഒരു പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ, ക്രിസ്തുവിനെ ഉൾക്കൊണ്ട് ജീവിപ്പാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. പിന്നെയും 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യം ഒന്നുകൂടെ വായിച്ചു വരുമ്പോൾ, താഴോട്ട് വരുമ്പോൾ, ഹല്ലേലൂയ, 16-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാർ ഒരു ചോദ്യചിഹ്നമാണ് അവിടെ. കർത്താവിൻ്റെ മനസ്സിനെ അറിയാൻ ആർക്കെങ്കിലും മനസ്സിലുള്ള താല്പര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് കർത്താവിൻ്റെ മനസ്സ്? പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മനസ്സിനെ തിരിച്ചറിയണം. ഹല്ലേലൂയ. കർത്താവിനൊരു മനസ്സുണ്ട്. അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ മനസ്സിനെ തിരിച്ചറിഞ്ഞത്, ഹല്ലേലൂയ, 2 കൊരിന്ത്യർ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, മനസ്സലിവുള്ള പിതാവും സർവശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ അപ്പോസ്തലന്മാർ ദൈവത്തെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച് അറിഞ്ഞത് മനസ്സലിവുള്ള പിതാവെന്നാണ്. അവൻ്റെ മനസ്സിനെ ആരറിഞ്ഞു? മനസ്സലിവുള്ള പിതാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർക്ക് ആ വിവേചനപരമുണ്ടായിരുന്നു. ഹല്ലേലൂയ. തികഞ്ഞ ആത്മീക വരമുള്ളവരാണ് ആത്മീകൻ. പ്രവചനാത്മാവിൽ സംസാരിക്കുന്നവനാണ് ആത്മീകൻ. ഹല്ലേലൂയ. പാഴ്വാക്കുകൾ പറയുന്നവനല്ല. ഒരിക്കലും പാഴ്വാക്കുകൾ പറഞ്ഞാൽ അത് സംഭവിക്കണം, പറയുന്നത് സത്യസന്ധമായിരിക്കണം എന്നീ ദൈവവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാർ. കർത്താവിൻ്റെ മനസ്സ് അപ്പോസ്തലന്മാർ തിരിച്ചറിഞ്ഞതുപോലെ നമുക്ക് തിരിച്ചറിയാം. ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അതിനെ പ്രകടമാക്കി. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഒരിക്കലും ഒരു വലിയ മഹാ കൺവെൻഷൻ 3 ദിവസം കൊണ്ട് നടക്കുക. വളരെ ജനം ഹല്ലേലൂയ ആവേശത്തോട് കേട്ടു നിന്നു. കർത്താവ് അവരെ നോക്കി പറയുന്നു, എനിക്ക് ജനത്തെക്കുറിച്ച് മനസ്സലിവ് തോന്നുന്നു. ഇവർ 3 ദിവസമായി ഒരു ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്രയും വലിയ ജനത്തിന് എവിടുന്ന് ഭക്ഷണം കൊണ്ടുവരും? ഹല്ലേലൂയ, എനിക്ക് അവരെക്കുറിച്ച് അലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വീട്ടിലേക്ക് പറഞ്ഞയപ്പാൻ പറ്റിയില്ല, അവർ തളർന്നു പോകും. മനസ്സലിയുന്ന കർത്താവ്, പുരുഷാരത്തെ കണ്ട് മനസ്സലിയുന്ന കർത്താവ്. ഹല്ലേലൂയ. അവൻ്റെ മനസ്സ് അലിയുന്ന മനസ്സാണ്. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവനാർ എന്ന ചോദ്യത്തിന് അതറിയണം. അലിയുന്ന മനസ്സ് കർത്താവിന്. പിന്നെ പറയുന്ന, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മിൽ ഉണ്ടാകണം. ഒരാത്മീകനാണെങ്കിൽ, വിവേചനപരമുള്ളവനാണെങ്കിൽ, ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, ആത്മാവിൽ നടത്തപ്പെടുന്നവനെങ്കിൽ, പ്രവചനാത്മാവ് സംസാരിക്കുന്നവനെങ്കിൽ, ദൈവത്തിൻ്റെ മകനെങ്കിൽ അലിയുന്ന മനസ്സുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മളുണ്ടായിരിക്കണം. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. ആത്മീകരായി ഒരുമിച്ച് നിർത്തി അപ്പോസ്തലന്മാർ തന്നോട് അരികിൽ ഒരുമിച്ച് നിർത്തി സംസാരിക്കും. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. ഒരിക്കൽ ലാസറിൻ്റെ ഭവനത്തിൽ ഒരു നഷ്ടം സംഭവിച്ചു. ലാസർ മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. യേശുവിനോട് പറഞ്ഞു, പിന്നെയും
2 ദിവസം താമസിച്ചു. പിന്നെ മടങ്ങി വന്നു. മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ, യഹൂദന്മാരും മറിയയും മാർത്തയും ഒക്കെ കരയുന്നു. ആ കരച്ചിലിൻ്റെ കണ്ണീർ കണ്ട് കർത്താവ് ഉള്ളം നൊന്ത് കലങ്ങി എന്നാണ്. അവനെ വച്ചത് എവിടെ? അപ്പോൾ അലിയുന്ന മനസ്സ് ഒന്നും നഷ്ടപ്പെടുത്തി കളയുകയില്ല. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി വരുത്താൻ കഴിയുന്നതാണ് അലിയുന്ന മനസ്സ്. അത് ദൈവത്തിനുണ്ട്. ആ മനസ്സ് ക്രിസ്തുവിലുണ്ട്. ആ മനസ്സ് നമ്മിലുണ്ടായിരിക്കണം. ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. ജീസസ് ക്രൈസ്റ്റ് നെവർ ഫെയിൽ. ഒന്നും ഫെയിലാകുകയില്ല. ഫെയിലായിപ്പോയത് മടക്കി വരുത്തും, തിരുത്തിയെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു വിധവ തൻ്റെ മകൻ മരിച്ചുപോയി, മഞ്ചം ചുമന്നുകൊണ്ട് പോകുന്നു, കരഞ്ഞുകൊണ്ട് പോകുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞു, പോയി മഞ്ചത്തെ തൊട്ട് നിർത്തി ബാലനെ ഉണർത്തി. ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കുന്നില്ല മനസ്സലിവ്. ഈ മനസ്സലിവ് നമുക്കുണ്ടോ? സുവിശേഷം കേൾക്കാതെ അനേകം നഷ്ടപ്പെട്ടു പോകുന്നു. ദൈവജനം കേൾക്കാതെ അനേകം നഷ്ടപ്പെട്ടതുകൊണ്ട് മനസ്സലിഞ്ഞുകൂടെ? അലിയുന്ന മനസ്സ് നമ്മൾ ഉണ്ടാകട്ടെ. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടി. പുതിയ സൃഷ്ടി എന്താണ്? ആത്മീകൻ എന്ന പേര്, ദൈവമകൻ എന്ന പേര്, ആത്മാവിൽ നടത്തപ്പെടുന്നവൻ എന്ന പദവി ലഭിക്കുന്നു. നമുക്ക് ക്രിസ്തുവിലായി ഈ പദവിയിൽ വന്നില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ക്രിസ്തുവിലാകാം, പുതിയ സൃഷ്ടിയാകാം, ദൈവത്തോട് നിറഞ്ഞു ജീവിക്കാം. ഹല്ലേലൂയ. ഒരു ദൈവവേദനാകാം, പ്രവചനാത്മാവ് സംസാരിക്കുന്നവനാകാം. പാഴ്വാക്കുകൾ പറയാതെ പ്രവചനാത്മാവ് സംസാരിച്ച് ഒരു ദൈവമകനായി മകളായി മുന്നേറുവാൻ ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. നാമോ ക്രിസ്തുവിന് മനസ്സുള്ളവരാകുന്നു. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണോ നാം? എങ്കിൽ നാം സുവിശേഷം അറിയിക്കും. നഷ്ടപ്പെടുന്നവരോട് സുവിശേഷം അറിയിക്കും. ഒന്നും നഷ്ടപ്പെടുത്തി കളയുന്നതല്ല സുവിശേഷം. സുവിശേഷ വസന്തം നന്മയിലേക്ക്, ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതാണ്. നഷ്ടപ്പെട്ടവരെ മടക്കി തരുന്നതാണ് സുവിശേഷ വസന്തം. സുവിശേഷം ക്രിസ്തു യേശുവാണ്. നമുക്ക് പറയാം, യേശുവിനെ കുറിച്ച് പറയാം, ക്രിസ്തു യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാം. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി വരുത്താം. ദൈവം യുവാക്കളും ഏവരെയും അനുഗ്രഹിക്കും, സഹായിക്കും ചെയ്യുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.